നോമ്പുപവാസങ്ങൾ തീരെ മറന്നു, നന്മകൾ ചെയ്തു നീ ഉള്ളിൽ പുൽക്കൂടൊരുക്കൻ്റെ കുഞ്ഞേ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, 1 കൊറിന്തോസ് 2:16 പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റാത്തൊരു വചനം പൗലോസ് ശ്ലീഹ നമുക്ക് നൽകുകയാണ്. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവന്റെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ആർക്ക് കർത്താവിന്റെ മനസ്സിനെ തിരുത്താനും പഠിപ്പിക്കാനും അവന്റെ തീരുമാനങ്ങളെ ഒന്ന് വഴിമാറ്റാനും സാധിക്കും? പൗലോസ് ശ്ലീഹ പറയുക, ഞങ്ങളോ അവന്റെ മനസ്സറിയുന്നു. കർത്താവിനോടൊപ്പം നടക്കാൻ നമ്മൾ കൊടുക്കുന്ന വില, നമ്മളെടുക്കുന്ന ത്യാഗം, പെയിൻ, നമ്മളെടുക്കുന്ന സകല ഭാരങ്ങളും, ഈ ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടതുപോലെ തോന്നുമ്പോൾ അത് കർത്താവിനോട് നമ്മെ പശ വെച്ച് ഒട്ടിക്കുകയാണ്. അവന്റെ മനസ്സറിഞ്ഞ ഒരാൾക്ക് അവന്റെ മനസ്സിനെ തിരുത്താൻ പറ്റും. ആത്മസ്നേഹത്തിനോട് പറയുന്നത് പോലെ, നീ ഇതുവഴി പോ, ഇന്ന് എൻ്റെ കൂടെ ഒരു കാപ്പ് കുടിക്കാൻ പാ, അല്ലെ ഇന്നയാളെ സഹായിക്ക് എന്ന് നമ്മൾ പറഞ്ഞാൽ ആത്മസ്നേഹിതൻ കേൾക്കുന്നത് പോലെ കർത്താവിന്റെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ശക്തി സഹനങ്ങളിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാം. അവന്റെ മനസ്സിനോടൊപ്പം നടന്നാൽ ഭൂമിയിലെ ഏത് കാര്യങ്ങളിലേക്കും കർത്താവിന്റെ മനസ്സിനെ തിരിച്ചുവിടാനും സാധിക്കും. കൊടുങ്കാറ്റുകളെ മാറ്റാൻ, പ്രകൃതി ദുരന്തങ്ങളെ വഴിമാറ്റി വിടുവാൻ, കർത്താവിന്റെ മനസ്സിനെ ടീച്ച് ചെയ്യാൻ, പഠിപ്പിക്കാൻ, തിരുത്താൻ, എന്ന് വെച്ചാൽ വഴിമാറ്റിവിടാൻ, ദൈവഹിതത്തിന് പോലും വഴിവെട്ടാൻ കർത്താവിന്റെ മനസ്സിൽ കയറിയവർക്ക് സാധിക്കും. നമുക്കൊരു വലിയ ശ്രമം നടത്താം. കർത്താവിന്റെ മനസ്സിൽ കയറിയാൽ നീ അത്ഭുതങ്ങളുടെ ദാതാവായി മാറും. യേശുവിന്റെ മഹത്വം നിന്നെ അങ്ങനെ ഒരു പ്രത്യേക അഭിഷേകത്തിലേക്ക് നയിക്കട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.